യജൂജ് മഅജൂജ് എന്ന് ചെറുപ്പം മുതലേ കുട്ടികൾ കേൾക്കുന്നുണ്ട്. എന്താ യജൂജ് മഅജൂജ്? പല മുസ്ലിമീങ്ങൾക്കും അറിഞ്ഞൂടാ. യജൂജ് മഅജൂജ് അൽ കഹ്ഫിൽ വെള്ളിയാഴ്ച അങ്ങനെ ഓതുന്നുണ്ട്. യജൂജ് മഅജൂജ് എന്നൊക്കെ രണ്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. ഇനി അംബിയായിൽ വേറെയുണ്ട്. അംബിയാ സൂറത്തിലും പറയുന്നുണ്ട് യജൂജ് മഅജൂജിനെ സംബന്ധിച്ച്. അവിടെ പറയുന്നത് എന്താണ്? ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ വഖതറബൽ വഅദുൽ ഹഖ് فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. സൂറത്തുൽ അംബിയ 96-97 ആയത്തുകൾ. അവിടെയാണ് പിന്നെ യജൂജ് മഅജൂജിന്റെ പരാമർശം വന്ന മൂന്നാമത്തെ സ്ഥലം. രണ്ട് സ്ഥലം ഇവിടെയാണ്, സൂറത്തുൽ കഹ്ഫ്. മൂന്നാമത്തെ ഇടം സൂറത്തുൽ അംബിയയിൽ. അപ്പൊ ഈ യജൂജ് മഅജൂജിനെ ഇപ്പൊ ഭദ്രമാക്കി അവരെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി അവർ രംഗപ്രവേശം ചെയ്യുന്ന കാലത്ത് മൊത്തം ഇവിടം കെട്ട് നശിപ്പിക്കും. അവരുടെ വരവുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ ഈ യജൂജ് മഅജൂജ് രക്ഷപ്പെടാനും പുറത്തു കടക്കാനുമുള്ള ശ്രമങ്ങൾ കുറച്ചു മുമ്പേ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യജൂജ് മഅജൂജ് ശ്രമം നടത്തായികയില്ല. എന്തിന്? അവരെ തടവിലാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു തടവിൽ നിന്ന് ഈ മതിൽ തുരന്ന് അല്ലെങ്കിൽ ചാടിക്കടന്ന് രാജ്യമൊട്ടാകെ കുഴപ്പമുണ്ടാക്കണം എന്ന ആഗ്രഹം യജൂജ് മഅജൂജ് സമൂഹത്തിന് പാരമ്പര്യമായിട്ടുണ്ട്. അതോരോ കാലത്തും അവർ ശ്രമിക്കുന്നുണ്ട് പുറത്തു കിടക്കാൻ, ഒന്ന് പുറത്തേക്ക് പോരാൻ, കുഴപ്പമുണ്ടാക്കാൻ. ആ കാലഘട്ടത്തിൽ അതീവ കുഴപ്പക്കാരായിരിക്കും അവർ എന്നാണ്. ആർക്കും അവരുമായിട്ട് പോരാടാൻ കഴിയൂല എന്നാണ്. ഒക്കെ നമുക്ക് ഹദീസുകളിൽ കേൾക്കാനൊക്കെ സഹിഹായ ഹദീസുകൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, നമ്മുടെ ഉമ്മ പറയാണ്, സൈനബ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ സമീപത്തേക്ക് കയറി വന്നു. പേടിച്ചിട്ടാണ് കയറി വരുന്നത്, വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് കയറി വരുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പേടിച്ചു വരികയാണ്. അപ്പൊ ഉമ്മ അത്ഭുതപ്പെട്ടു, എന്താ സംഭവിച്ചത്? അള്ളാഹിന്റെ റസൂൽ പതിവ് പോലെ അല്ലല്ലോ, ഇന്ന് കുറച്ച് പേടിയിലാണല്ലോ, എന്താണ് ഇത്ര വെപ്രാളപ്പെട്ടുകൊണ്ട് കയറി വരുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമവും സങ്കടവും പ്രയാസവും പേടിയൊക്കെ വന്ന അള്ളാഹിൻ്റെ റസൂൽ വേഗം പറയാന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളോടൊക്കെ അതാ പറയാൻ പറഞ്ഞു. അല്ലാത്ത പേടി വരുന്നുണ്ടോ? മനസ്സിന് വിഷമം വരുന്നുണ്ടോ? പ്രതിസന്ധികൾ വരുന്നുണ്ടോ? മനക്ലേശമുണ്ടോ? അല്ലാത്ത ടെൻഷൻ ഉണ്ടോ? ആവർത്തിച്ച് പറയാനാ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. നമ്മളൊക്കെ ടെൻഷൻ വരുമ്പോൾ ഈ ദിക്ർ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം, മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, പേടിച്ച് ബേജാറായി സൈനബ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോൾ തന്നെ മുഖത്ത് പേടി പ്രകടമാണ്. അപ്പോൾ തന്നെ സൈനബ ഉമ്മ ബീവിക്ക് മനസ്സിലായി കാര്യം പന്തിയല്ല, എന്തോ ഗൗരവമായൊരു വിഷയം അവിടത്തേക്ക് പറയാനുണ്ട്. നബി തങ്ങൾ കയറി വന്ന ഉടനെ ഉമ്മ കേൾക്കുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി, അറബികൾക്ക് നാശം, മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. ഇതാ ഒരു വലിയ ശർറ് വരാൻ അടുത്തിരിക്കുന്നു, ഒരു മഹാദുരന്തം വരാൻ അടുത്തിരിക്കുന്നു. ഫുതിഹ മിൻ റദ്മി യഅജൂജ് വമഅജൂജ് മിസ്ല ഹാദിഹി. ഇതാ ഇത്ര യഅജൂജ് മഅജൂജിന്റെ കെട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു, ഇത്ര തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. എപ്രകാരം? വഹല്ലഖ ബിഇസ്ബഅൈഹി, തന്റെ രണ്ട് വിരലുകൾ കൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ചു. ഏതാ രണ്ട് വിരലുകൾ? അൽ ഇബ്ഹാം തള്ളവിരലും വല്ലത്തി തലീഹ അതിനോടടുത്തുള്ള ചൂണ്ടുവിരലും തമ്മിൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചതാ. ഇത്ര അവര് പൊട്ടിച്ചിട്ടുണ്ട്, ഇത്ര അവരത് തുരന്നിട്ടുണ്ട്. പുറത്തെടുക്കാൻ പറ്റൂല, വെളിച്ചം പുറത്തേക്ക് കാണിക്കാനൊന്നും പറ്റൂല. പക്ഷേ അവരുടെ ശ്രമം ഏതാണ്ട് ഇത്ര വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് റൗണ്ട് ഇത്ര ഒരു സ്ഥലം അവർ ആ കെട്ടിൽ നിന്ന് തുരന്ന് പൊട്ടിച്ചിട്ടുണ്ട്, തുറന്നിട്ടുണ്ട്. അപ്പോ കാലത്ത് സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനുഹ്ലികു, നമ്മൾ നശിപ്പിക്കപ്പെടുമോ? വഫീന സാലിഹൂൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് നല്ല ആളുകളില്ലേ, ഇവരെങ്ങാനും കെട്ടുപൊട്ടിച്ച് രംഗത്ത് വരുമ്പോ ആകെ നശിപ്പിക്കുമെന്നല്ലേ? അങ്ങനെ നശിപ്പിക്കപ്പെടുമ്പോ ഇവിടെ നല്ല ഒരുപാട് മനുഷ്യന്മാരുണ്ടാവില്ലേ? അല്ലാഹുവിനോട് അടുപ്പമുള്ള നല്ലവരുണ്ടാകില്ലേ? നല്ലവരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? ഈ തെമ്മാടികളെ നശിപ്പിക്കുമ്പോ, അവരിൽ ഈ രൂപത്തിൽ അവരെ നശിപ്പിക്കുമ്പോ അത് കാരണമായി മറ്റുള്ളവരും അതിൽ പെട്ടുപോവില്ലേ എന്ന് സൈനബ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ഇദാ കസുറൽ ഖുബ്സു, ചീത്തയായ കാര്യങ്ങൾ അധികരിക്കുമ്പോൾ, ചീത്തയായ കാര്യങ്ങൾ ലോകത്ത് അധികരിക്കുമ്പോൾ, ശിക്ഷ വരുമ്പോൾ നല്ലവരായിട്ട് മാത്രം വേർതിരിച്ചിട്ട് ശിക്ഷ വരൂല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ്.
രാജ്യത്ത് തെമ്മാടികൾ കാരണമായിട്ട് ശിക്ഷ ഇറങ്ങിയാൽ തെമ്മാടികളെ മാത്രമല്ല ശിക്ഷ ബാധിക്കാം, എല്ലാവരെയും അതെന്ത് ചെയ്യും? ബാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഒരു ഫിത്നയെ പേടിക്കണം. അല്ലാഹു ഖുർആനിൽ നമ്മളോട് പറയാണ്, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. ഫിത്ന, ഒരു ഫിത്ന വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ആ ഫിത്ന വരുമ്പോൾ അള്ളാഹിന്റെ ശിക്ഷ വരും. ശിക്ഷ വരുമ്പോൾ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല അത് പിടികൂടുക, എല്ലാവരും പിടികൂടും. പക്ഷേ ഇവിടെ അള്ളാഹിന്റെ റസൂൽ മറ്റൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്ത് ആ നിലക്കുള്ള ശിക്ഷകൾ ഇറങ്ങുമ്പോൾ വിശ്വാസികളും അതിൽ പെട്ടുപോകുമ്പോൾ അനീതിയല്ലേ എന്ന് നമുക്ക് തോന്നും. നബിതങ്ങൾ അന്നേ അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പിന്നെ എല്ലാവരും ഉണ്ടാവും. പക്ഷേ നാളെ പരലോകത്ത് സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, ഓരോരുത്തരുടെ നിയ്യത്തിനനുസരിച്ച് പരലോകത്തേക്ക് അവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങൾ മഹാന്മാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മഹാന്മാരായിക്കൊണ്ട് പരലോകത്തേക്ക് വരും. പക്ഷെ ബാധിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും? വന്ന് അങ്ങനെ ശിക്ഷകൾ വരുമ്പോൾ ബാധിക്കും. അതുകൊണ്ടാണ് ലോകത്ത് ഭൂകമ്പങ്ങളിൽ, ചിലപ്പോൾ പ്രളയങ്ങളിൽ, അങ്ങനെ പല സംഗതികൾ പല കാരണങ്ങളാൽ അള്ളാഹു ചെയ്യുന്നുണ്ടാകും. അതിൽ നിരപരാധികളും പെടും. നിരപരാധികളും ഉണ്ടാകും, അപരാധികളും ഉണ്ടാകും. പക്ഷേ പരലോകത്ത് രണ്ടു കൂട്ടരും ഒരുപോലെയാവില്ല. അപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന നരകത്തിലേക്ക് പോകുമ്പോൾ നിരപരാധികൾ അവിടെ അവർ ജീവിച്ച അവരുടെ ആ ഒരു നല്ല നിയ്യത്തനുസരിച്ച് അവർ പരലോകത്ത് ഉന്നതമായ പദവി അവർക്ക് നൽകപ്പെടും. അപ്പം ശരി, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങാം. അപ്പോൾ ഒരു കെട്ട് അന്ന് അത്ര പൊട്ടിച്ചു, പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരാ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ശ്രമം അവർ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് നമുക്ക് വേറെ ഹദീസുകളിൽ നമുക്ക് കാണുവാനും സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന യഅ്ജൂജ വമഅ്ജൂജ യഹ്ഫിറൂന കുല്ല യൗമിൻ, എല്ലാ ദിവസവും യഅ്ജൂജ് മഅ്ജൂജ് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് അന്ന് ദുൽഖർനൈൻ കെട്ടിയ മതിൽ കുഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദുൽഖർനൈൻ കെട്ടിയ മതിൽ തുരന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടി എല്ലാ ദിവസവും ആര് ശ്രമിക്കുന്നുണ്ട്? യഅ്ജൂജ് മഅ്ജൂജ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ചാളുകളൊന്നുമല്ല കേട്ടോ, വൻ സമൂഹമാണ് എന്ന് മനസ്സിലാക്കണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യും? സൂര്യപ്രകാശം അങ്ങനെ കാണാറാകുന്നു എന്ന് വരുമ്പോൾ അവരുടെ നേതാവ് ക്യാപ്റ്റൻ അവരുടെ തൊഴിലാളികളോട് പറയും, ഇന്ന് നമുക്ക് മടങ്ങിപ്പോകാം, ബാക്കി നാളെ തുടരാം. ബാക്കി നമുക്ക് നാളെ തുടരാം. ഇന്നിപ്പോൾ എത്രയല്ലോ, ഈ ബാക്കി നമുക്ക് നാളെ തുടരാം. അങ്ങനെ ദിവസം കുറേ ചെയ്തിട്ട് നമുക്ക് പുറത്ത് കിടക്കാം എന്നവർ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെ അവർ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഫയുഈദുഹുല്ലാഹു അശദ്ദമാക്കാന, ആ മതിൽക്കെട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് അള്ളാഹു മടക്കിയിട്ടുണ്ടാകുന്നു. എടുത്ത പണിയൊക്കെ ബാത്തിലായിട്ടുണ്ടാവും. അത് പിന്നെയും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഹത്താ ഇദാ ബലഗത മുദ്ദത്തുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചൊരു കാലം ഇനി വരാനുണ്ട്. അതുവരെ ഈ പണി അവർ തുടരുന്നുണ്ട്. എല്ലാ ദിവസവും പണിയെടുക്കും, പിറ്റേന്ന് തുടരാന്ന് പറയും. പക്ഷേ എടുത്ത പണി ബാത്തിലായിരിക്കും. പിറ്റേന്ന് വന്നാൽ പിന്നെയും ഇങ്ങനെ തന്നെ മതിൽ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടാവും, പുറത്ത് കിടക്കാൻ കഴിയൂല. അങ്ങനെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ഒരു ദിവസമുണ്ട്. ഇവിടെ പറഞ്ഞില്ലേ, ഫഇദാ ജാഅ വഅദു റബ്ബി എന്ന് പറഞ്ഞില്ലേ. ഫഇദാ ജാഅ വഅദു റബ്ബി, എൻ്റെ റബ്ബിന്റെ വാഗ്ദത്ത ദിവസം വന്നെത്തിക്കഴിഞ്ഞാൽ, ആ സമയത്തെന്ന് പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ, ആ ദിവസത്തോളം അന്നും അവർ വന്ന് കുഴിക്കും, അവർ ശ്രമം നടത്തും. അങ്ങനെ അവർ ഇതാ ഇപ്പം സൂര്യപ്രകാശം കാണും എന്ന നിലയിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത്, എല്ലാവരും മടങ്ങിപ്പോയിക്കോളൂ, നമുക്ക് നാളെ ഇനിയും പണി വന്ന് തുടരാം, ഇൻഷാ അള്ളാന്ന് ആ സമയത്ത് അവർ പറയും. ഇതുവരെ അവർ ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാ, ഇനി നമുക്ക് നാളെ തുടരാന്ന് അവർ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം പോകുമ്പോൾ പിറ്റേ ദിവസം അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവരെടുത്ത പണിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇൻഷാ അള്ളാ പറഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരുടെ ശ്രമം അവർ തുടരും. അവർ വീണ്ടും ആ നിലക്കതിൽ അതിശക്തമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി അത് തകർത്ത് പുറത്തു വരും. അങ്ങനെയാണ് ആ അവസാന കാലഘട്ടത്തിൽ ഖുറൂജ് യഅ്ജൂജ് മഅ്ജൂജ് അതിൻ്റെ ആ രംഗപ്രവേശം ഈ ലോകത്തേക്ക്, അത് അവരെവിടെയാണോ തടഞ്ഞു നിർത്തപ്പെട്ടത് ആ പ്രദേശത്ത് നിന്നവർ ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? പ്രവഹിക്കും. അതാണ് വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച അംബിയയിലെ 96, 97 ആയത്തുകൾ. എന്താ അവിടെ പറയുന്നത്? ഹത്താ ഇദാ ഫുതിഹത് യഅ്ജൂജു വമഅ്ജൂജു, അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജ് തുറന്നു വിടപ്പെട്ടാൽ, യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഈ വൻ പോക്കിരികളും അക്രമികളുമായ ഈ രണ്ട് സമൂഹം തുറന്നു വിടപ്പെട്ടാൽ, വഹും അവർ ആ സമയത്ത് മിൻ കുല്ലി ഹദബിൻ എല്ലാ കുന്നിൻ ചെരുവുകളിലൂടെയും യൻസിലൂന അവർ നാട്ടിലേക്ക് ശക്തമായി പ്രവഹിച്ച് ഇറങ്ങി വരും. വൻ ജനക്കൂട്ടരിക്കും. അവരുടെ എണ്ണവും അന്ന് ജീവിച്ചിരിക്കുന്ന മറ്റു ജനങ്ങളുടെയും റേഷ്യോ ഞാൻ എത്ര പറഞ്ഞത്? 1:1
999 അവരന്ന് 999, ബാക്കി നാട്ടിലുള്ള സാധുക്കളോ മുഅ്മിനീങ്ങളോ ഒന്ന് വേറെ ആൾക്കാരുണ്ടാവും. ആ സമൂഹം അവരിലേക്ക് ഇരച്ചു കയറും. ഖുർആൻ പറയുന്നു അങ്ങനെ വഖ്തറബൽ വഅദുൽ ഹഖ്, സത്യമായ യാഥാർത്ഥ്യം അതാത് അടുക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അവരുടെ വരവ്. അന്നേരം ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ, ഇതൊക്കെ കേട്ടപ്പോൾ പുച്ഛിച്ച് തള്ളി നിഷേധിച്ച സത്യനിഷേധികളായ ആളുകളുടെ കണ്ണുകൾ അന്ന് തുറിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ എന്ത് യജൂജ്, എന്ത് ദജ്ജാല്, എന്ത് ഈസാ നബിയുടെ വരവ്, അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാന്നല്ലേ ഇന്നും പറയുന്നത്. എന്തിനാ അന്നത്തേക്ക് നോക്കണേ? ഇന്നും അതിനല്ലേ പറയുന്നത്? ഇന്നും പറയില്ലേ പല നിഷേധികളും അതിനല്ലേ പറയുന്നത്? അപ്പൊ ഇതൊക്കെ തള്ളിക്കളഞ്ഞ ആളുകളുടെ ഇടയിലേക്കുള്ള ഇവരുടെ ഈ പ്രവാഹം ഉണ്ടല്ലോ, ആ പ്രവാഹം അങ്ങോട്ട് നടക്കുമ്പോൾ അന്ന് അവർ നിലവിളിക്കാൻ കണ്ണൊക്കെ അങ്ങോട്ട് തുറിക്കുന്നതാണ്. സത്യനിഷേധികളായ ആളുകളുടെ ദൃഷ്ടികളതാ മേലോട്ടങ്ങനെ തുറച്ചു നിൽക്കുകയാണ്. കണ്ണിമ വിട്ടുന്നു പോലുമില്ല, പേടിച്ചിട്ട് കണ്ണ് തുറച്ചു നിൽക്കും. ഇവരെ കാണുമ്പോഴേ ഇവരങ്ങോട്ട് കാണുന്നതോടുകൂടി നാട്ടിലുള്ള ജനങ്ങൾ പേടിച്ചരണ്ട് കണ്ണ് തുറിച്ച് അന്തം വിട്ട് നിൽക്കുന്നു. എന്നിട്ട് നിലവിളിക്കുന്നു. ഖുർആനാ പറയണത് യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾക്ക് എന്ത് നാശമാണ് ഇതുവരെ സംഭവിച്ചത്. ഖദ് കുന്നാ ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് ദൂതന്മാരും വേദവാക്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്നപ്പോഴും അതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ആ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഞങ്ങൾ അശ്രദ്ധരായി ജീവിച്ചല്ലോ. ബൽ കുന്നാ ളാലിമീൻ, മാത്രമല്ല ഞങ്ങൾ അക്രമികളായിട്ടാണല്ലോ ജീവിച്ചത്. ഇനി എന്തു ചെയ്യും? ഇവരുടെ വരവണ് കാണുമ്പോൾ അന്നുണ്ടായിരുന്ന കാഫറുകൾ പേടിച്ചരണ്ട് നിലവിളിച്ച് കണ്ണു തുറിക്കുന്ന സൂറത്തുൽ അംബിയായിലെ 96, 97 സൂക്തങ്ങളിലൂടെ അള്ളാഹു പറയാം. അങ്ങനെ അവരിങ്ങോട്ട് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി അവരുടെ രംഗപ്രവേശം വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം. ആ സമയത്ത് അവർ ഇറങ്ങി വരും എന്ന് പറഞ്ഞില്ലേ, അന്നിവിടെ ആരുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ആരുണ്ട്? ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട്. ഈസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ട് നിൽക്കുകയാണ്? ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ദജ്ജാലിന്റെ ഫിത്നയും യജൂജ് മഅജൂജിന്റെ ഫിത്നയും തമ്മിൽ 2 അന്തരമുണ്ട്. എത്ര അന്തരമുണ്ട്? 2 വ്യത്യാസങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. ദജ്ജാലിനെ കൊണ്ടുള്ള ഫിത്ന ആത്മീയമായ ഫിത്നയാണ്. കാരണം അവൻ ആത്മീയ പരിവേഷത്തിലാണ് വരിക. അവൻ മനുഷ്യന്മാരെ ദീന നശിപ്പിക്കാനും ആദർശം നശിപ്പിക്കാനും തൗഹീദ് നശിപ്പിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോകാനും ഈമാൻ തകർത്ത് കുഫറിലേക്ക് കൊണ്ടുപോകാനുമാണ് ആര് വരിക? ദജ്ജാൽ വരിക. കാരണം അവൻ റബ്ബാണ് എന്നാ വാദിക്കുക. അത്ഭുതങ്ങൾ കാണിക്കും, ഒരുപാട് കാര്യങ്ങൾ അവൻ കാണിക്കും. അവൻ്റെ പിന്നാലെ ഒരുപാട് ആളുകളുണ്ടാകും, ധാരാളം ജനങ്ങളുണ്ടാകും. പുറപ്പെടുന്ന പ്രദേശത്ത് നിന്ന്, അസ്ഫഹാനിലെ ഇന്നത്തെ ഇറാൻ പേർഷ്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ 70,000 യഹൂദികൾ അവൻ്റെ പിന്നാലെ ഉണ്ടാകും. കൂടുതലും സ്ത്രീകളാണ് ഉണ്ടാകുന്നതാണ്. സ്ത്രീകളായിരിക്കും കൂടുതൽ ദജ്ജാലിന്റെ പിന്നാലെ. കാരണം എന്തെങ്കിലും ഒരു കറാമത്തോ അത്ഭുതമൊക്കെ കാണാൻ നിൽക്കുകയാണ്, പിന്നാലെ കൂടാൻ പെണ്ണുങ്ങൾ. അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ അവർ പെണ്ണുങ്ങളെ വീട്ടിൽ കെട്ടിടാൻ നോക്കുന്നതാണ്. കാരണം അത്രക്ക് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ദജ്ജാലിന്റെ പിന്നാലെ ഓടും, മഹാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കണം നിങ്ങൾ, ആ കാലത്ത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ വരവും, ഈസാ നബി അലൈഹി ഇസ്ലാം ദജ്ജാലിനെ ലുദ് കവാടത്തിൽ ഈസാ അലൈഹി ഇസ്ലാം ദജ്ജാലിനെ കൊന്നുകളയും. അതിൻ്റെയൊക്കെ ശേഷം ഇവിടെ ഈസാ നബിയും വിശ്വാസികളും ഒക്കെ ഇവിടെ ഉള്ള സമയത്താണ് ആരുടെ പുറപ്പാട്? യജൂജ് എന്ന് പറയുന്ന ഈ വൻ ശക്തി മതിൽ പൊട്ടിച്ച് പ്രവാഹം ഈ ഭൂമിയിലേക്ക് നടത്തുന്നത്. ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ വിശ്വാസികളൊക്കെ ഇവിടെയുണ്ട്. റഹ്മാനായ റബ്ബ് ആ സമയത്ത് ഈസാ അലൈഹിസ്സലാമിന് വിവരം കൊടുക്കും. ഇതാ ചില ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അവരെ ഞാനിപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലായദാനിലി അഹദിൻ ബിഖിതാലിഹിം, അവരോട് പൊരുതാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയൂല. ഈസാ നബി അലൈഹി ഇസ്ലാമിന് പോലും യജൂജ് മഅജൂജിനോട് പൊരുതാൻ കഴിയൂല. അത്രക്ക് വൻ ശക്തിയാ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിശ്വാസികളെയും കൊണ്ട് രക്ഷപ്പെട്ടോളൂ. അള്ളാന്റെ ഓർഡർ ആർക്ക്? ഈസാ അലൈഹി ഇസ്ലാമിന്. അപ്പൊ അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും? ഈസാ നബിയും അന്നുള്ള വിശ്വാസികൾ എല്ലാവരും കൂടെ ആത്മരക്ഷാർത്ഥം എങ്ങോട്ട് ഓടിപ്പോകും? തൂർ പർവ്വതത്തിന്റെ മുകളിൽ പർവ്വത ശിഖരങ്ങളിലേക്ക് പോയി അഭയം തേടും. ഭൂമിയിൽ കറങ്ങാൻ വയ്യ, കാരണം യജൂജ് മഅജൂജ് ഇവിടേക്ക് പ്രവഹിച്ചു തുടങ്ങിയിരിക്കുന്നു. വയബ്അസുല്ലാഹു യജൂജ മഅജൂജ, യജൂജ് മഅജൂജിനെ അല്ലാഹു അങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നു. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ പ്രദേശത്തു നിന്നും പർവ്വതങ്ങൾക്കിടയിലൂടെ അവരിങ്ങനെ എരച്ച് കയറുകയാണ്. നാട്ടിലെ ഒരാളും 999 മണി അങ്ങനെ ഉണ്ടാവും ആ പ്രവാഹം.
വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വതറക്നാ ബഅദഹും യൗമഇദി യമൂജു ഫീ ബഅദിൻ. തിരമാല കണക്കെ എന്താ യമൂജു എന്ന് പറഞ്ഞാൽ? മൗജ് എന്ന് പറഞ്ഞാൽ എന്താ? തിരമാലക്ക പറയാം മൗജ്. മാജ യമൂജു തിരയടിക്കാണ്. തിരമാല വരുമ്പോലത്തെ വരവാ വരികയാണ്. സുനാമി വന്നില്ലേ, അമ്മാതിരിത്തെ വരവാണ് വരികയാണ്. ജനങ്ങൾ ബേജാറാവും, എന്ത് ചെയ്യണം എന്നറിയില്ലാണ്. അതിശക്തമായ ആളുകളാണ് വരുന്നത്. അത് വരുന്നതോടുകൂടി ഈസാ നബിക്ക് അല്ലാഹ് വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മോമിനീങ്ങളെയും കൊണ്ട് എങ്ങോട്ട് രക്ഷപ്പെടാൻ? തൂർ പർവ്വതത്തിന് മുകളിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ടാകും. അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ടീമാണ് വരിക കേട്ടോ. ആരുടെ ഫസ്റ്റ് ടീം? യജൂജ് മഅജൂജിന്റെ ഫസ്റ്റ് ടീം. ഫയമുറു അവൈലുഹും, അവരിലെ ആദ്യ നിര ഈ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് വരും. അവർ കടന്നു പോകും. ഏതിലൂടെ? അലാ ബുഹൈറത്തി തബരിയ, തബരിയ തടാകത്തിന്റെ സമീപത്തുകൂടെ അവരാണ് നടന്നു പോകും. തബരിയ തടാകം ഇന്നും ഫലസ്തീനിന്റെ ജൂലാൻ കുന്നുകൾക്കിടയിലൂടെ പരന്നൊഴുകുന്ന ശുദ്ധജലത്തിന്റെ സോഴ്സാണ് തബരിയ തടാകം. ഇന്നത് അറിയപ്പെടുന്നത് ഗലീലിയ അല്ലെങ്കിൽ ബഹ്റുൽ ജലീൽ എന്നാണ്. ഗലീലി കടൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ഉപ്പുവെള്ളമല്ല, ശുദ്ധജലം കിട്ടുന്ന 49 മീറ്ററോളം ഡെപ്തുള്ള, അതുപോലെ തന്നെ 163 ചതുരശ്ര കിലോമീറ്റർ പരന്നൊഴുകുന്ന വലിയ ഒരു ശുദ്ധജലത്തിന്റെ വലിയ ഒരു പിന്നെ തടാകമാണെന്ത്? തബരിയ തടാകം. ടെബിരീസ് തടാകം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 1967 ഫലസ്തീൻ കൈയടക്കിയ ഇന്നത്തെ യഹൂദികൾ ലഅനഹുമുല്ലാഹ്, ആ സമൂഹം അവരെന്തു ചെയ്തു? അവര് വഴിയെ ആ ശുദ്ധജലത്തിന്റെ ഈ പറയുന്ന തബരിയ തടാകവും അവരെന്തിയിട്ടുണ്ട്? കയ്യേറിയിട്ടുണ്ട്. അപ്പൊ ഇന്നും ഇസ്രായേലുണ്ടത്. ഇന്നത്തെ ഇസ്രായേൽ, ഫലസ്തീനാണ് കയ്യേറിയത്. അപ്പൊ അവിടെയുള്ള ആ ഭാഗത്തുകൂടെയാണ് അവരുടെ വരവ് എന്നർത്ഥം. അപ്പൊ അങ്ങോട്ട് എത്തുമ്പോൾ തബരിയ തടാകത്തിൽ എത്ര ആഴത്തിലെ വെള്ളമുണ്ട്, എത്ര ക്യൂബിക് ലിറ്ററുകൾ, മീറ്റർ, 49 മീറ്റർ ഡെപ്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ 163 ചതുരശ്ര അടി സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന ആ വലിയ ഒരു ശുദ്ധജലത്തിന്റെ നദി, അതിന്റെ സമീപത്ത് കൂടെ വരുന്നതിന് ഇവരുടെ ഫസ്റ്റ് ടീം കടന്നു വരികയാണ്. എന്നിട്ടോ ഫയശ്റബൂന മാ ഫിഹാ, അതിലുള്ള വെള്ളം മുഴുവനാണ് കുടിച്ചു തീർക്കും. സുബ്ഹാനല്ലാഹ്. ഉൾക്കൊള്ളാനാകുന്നുണ്ടോ? ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയശ്റബൂന മാ ഫിഹാ, തബരി തടാകത്തിലുള്ള വെള്ളം മുഴുവൻ മുഴുവൻ തന്നെ യജൂജ മഅജൂജ മുഴുവനായിട്ടില്ല. ഫസ്റ്റ് ടീം കടന്നു പോകുകയാണ് അതിലൂടെ. ഫസ്റ്റ് ടീം കടന്നു പോകുമ്പോൾ തബരിയ തടാകത്തിലെ വെള്ളം അവരാണ് കുടിച്ചു തീർക്കും. അങ്ങനെ വയമുറു ആഖിറുഹും, അവരുടെ അവസാനത്തെ ടീം അതിലൂടെ അങ്ങോട്ട് വരുമ്പോൾ ഫയഖൂലുന, അവർ പറയും ലഖദ് കാന ബിഹാദിഹി മറത്തൻ മാഉൻ, ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അടയാളം. ഇപ്പോൾ എവിടെ പോയി ഇതൊക്കെ? ഇപ്പോൾ യജൂജ് മഅജൂജിന്റെ സമൂഹത്തിന് പോലും ഫുള്ള് കുടിക്കാൻ ആ തടാകത്തിലെ വെള്ളം മതിയായിട്ടില്ല. അപ്പോൾ എത്ര ആയിരിക്കും അവരുടെ അംഗസംഖ്യ? അവരാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദിൻ, അവരിലെ ചിലരിലേക്ക് അന്നത്തെ ദിവസം നാം എന്ത് ചെയ്തു? അലമാലകൾ കണക്കെ ഇങ്ങോട്ട് തുറന്നു വിടും. അമ്പിച്ച കുഴപ്പമുണ്ടാക്കും. അങ്ങനെ അവർ ആ വെള്ളം ഒക്കെ കുടിച്ച് അപ്പോഴേക്ക് വയുഹ്സറു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബുഹു, ഈസാ നബി അലൈഹിസ്സലാം അനുയായികളൊക്കെ ലോക്കാണ്. അവർ അവിടെ മലയുടെ മുകളിൽ സുരക്ഷിതരായിട്ടിരിക്കും. എന്നിട്ട് ഇറങ്ങാൻ പറ്റൂല. അന്നത്തെ ലോകത്തുള്ള അവർക്ക് പുറത്തേക്കൊന്നും ബന്ധമല്ല. കോവിഡ് വന്നപ്പോൾ നമ്മൾ ലോക്കായില്ലേ? ഫ്ലൈറ്റ് പറഞ്ഞോ? എവിടെയും പറഞ്ഞില്ല. നമ്മളെ വീട്ടിൽ കുത്തിരുന്നു. പള്ളിയിലേക്ക് വരെ നമ്മൾ വാതിൽ തുറന്നില്ല. ലോക്ക്ഡായി. ലോക്ക്ഡൗൺ എന്ന് പേരിട്ട് നമ്മളല്ലേ? അത് ഈസാ അലൈഹിസ്സലാം അനുയായികളും പർവ്വതശിഖരത്തിൽ ലോക്ക്ഡാണ്. ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ കലാപം കൊടുമ്പിരിക്കൊള്ളുകയാണ്. വലിയ ഭീകരവാദികൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ഭൂമിയിൽ. ഈസാ അലൈഹിസ്സലാം അനുയായികളും അവിടെ ഉണ്ട്. എത്രത്തോളം അന്ന് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ റസൂൽ പറയാണ് ഹത്താ യകൂന റഅ്സു സൗരി, ഒരു കാളയുടെ തലയായിരിക്കും ലിയഹദിഹിം, അന്നത്തെ മുഅ്മിനീങ്ങൾക്ക് അന്ന് ഖൈറൻ മിൻ 100 ദീനാരിൻ ലിയഹദികുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ കയ്യിൽ 100 സ്വർണമുണ്ടെങ്കിൽ, 100 സ്വർണ്ണ നാണയമുണ്ടെങ്കിൽ അതിനേക്കാൾ അന്ന് അവർക്ക് വിലപ്പെട്ടതായിരിക്കും ഒരു കാളയുടെ തല. എത്ര ആയിരിക്കും അന്നത്തെ ദാരിദ്ര്യം? 100 ദീനാർ, 100 പവൻ, അല്ലെങ്കിൽ ഒരു ദീനാർ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രയോ വാല്യൂ ആണ്. അന്നത്തെ നമ്മളെ ദീനാർ കുവൈറ്റ് ദീനാറും ബഹ്റൈൻ ദീനാറും ഒന്നും അല്ലത്. അത് ദീനാർ എന്ന് റസൂലുള്ളാഹിയുടെ കാലത്ത് ദീനാർ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ എന്താണ്? അത് സ്വർണ്ണാണ്. ദിർഹം എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ സിൽവറാണ്, വെള്ളിയാണ്. അപ്പൊ 100 പൊന്ന് എത്രയോ വാല്യൂ ഉണ്ട് അതിന്. ഇന്ന് നിങ്ങൾക്ക് അതിന് എത്രത്തോളം വില ഉണ്ടോ അതിനേക്കാൾ വിലയായിട്ട് അന്നത്തെ മുഅ്മിനീങ്ങൾക്ക് എന്തു തോന്നും?
ഒരു കാളയുടെ തല, ഒരു കാളനൊരു മൂരിനെ അറുത്തിട്ട്, നമ്മുടെ നാട്ടിലൊരു മൂരിനെ പോത്തിനെയൊക്കെ അറുത്ത തല ഒരിക്കലും വേണോ? വരല്ലാത്ത സാധന. ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യമുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരാണ്. ഒരു കാളയെ അറുത്തിട്ട് അതിൻ്റെ ഒരു തല, അന്നത്തെ കാലത്തുള്ള ജനങ്ങൾക്ക് വിശപ്പ് കാരണത്താൽ ഇന്ന് നിങ്ങൾക്ക് 100 സ്വർണത്തോട് ഉള്ളതിനേക്കാൾ താല്പര്യമായിരിക്കും അന്ന് അവർക്ക് ഒരു കാളയുടെ തലയോട് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ആ സമയത്ത് ആകെ പ്രശ്നത്തിലല്ലേ. ഫയർഗബു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബുഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും ആ സമയത്ത് അതാ ദുആ ചെയ്യുകയാണ് അല്ലാഹുവിനോട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും. ആര്? ഈസാ നബി. കാരണം വിശ്വാസികൾക്ക് അതല്ലേ ഉള്ളൂ. ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും വന്ന് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എത്രത്തോളം വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, ഭക്ഷണമില്ല, വെള്ളമില്ല, സ്വൈരമില്ല, നിർഭയത്വമില്ല, നാട്ടിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല, ഈ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമാണ്, എന്ത് ചെയ്യണം റബ്ബേ, നിന്നോടല്ലാതെ പറയാനില്ല. മഹാനായ ഈസാ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും ദുആ ചെയ്യുമ്പോൾ ഫയുർസിലുല്ലാഹു അലൈഹിമുൻ നഗ്ഫ ഫീ റിഖാബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരം കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്യും? യഅജൂജ് മഅജൂജിന്റെ മേൽ ഒരു അന്നഗഫ, ഒരു തരം കീടങ്ങളെ അയക്കും. നഗഫ് എന്ന് പറഞ്ഞാൽ ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും ഒക്കെ മൂക്കിൽ അന്ന് കാണപ്പെട്ടിരുന്ന ഒരു തരം പുഴുക്കളാണ്, കൃമി കീടങ്ങളാണ്. അതുകൊണ്ട് ആടിന് കുഴപ്പമില്ല, ഒട്ടകത്തിന് കുഴപ്പമില്ല. ഇവിടെ മൂക്കിൽ അതിങ്ങനെ നടക്കുന്നുണ്ടാവും എന്നല്ലാതെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ആയിരക്കണക്കിന് വൈറസുകളില്ലേ? വൈറസ് ഇല്ലാതെ അവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? വൈറസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ഉപദ്രവകരമായി മാറുമ്പോഴാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്ന ആന്റിബയോട്ടിക്കും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൈറസും ബാക്ടീരിയ ഒക്കെ വേണം. ഈ മൃഗങ്ങളുടെ മൂക്കിൽ കാണുന്ന ഒരു തരം കൃമി കീടങ്ങളൊക്കെയാണ് എന്ത് പറയാ? നഗഫ് എന്ന് പറയാ. ആ രൂപത്തിലുള്ള കീടങ്ങളെ, കൃമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഫീ റിഖാബിഹിം, യഅജൂജ് മഅജൂജിന്റെ ആളുകളുടെ പെരടിയിലേക്ക് അതിനെ അയക്കും. അങ്ങനെ അവരുടെ എല്ലാവരുടെയും പെരടിയിൽ ഒരു തരം വൈറസ്, കൃമി, കീടം, വൈറസിന്റെ രംഗപ്രവേശം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ രംഗപ്രവേശം. ഫയുസ്ബിഹൂന ഫർസാ കമൗതി നഫ്സിൻ വാഹിദത്തിൻ, ഒരൊറ്റ ബോഡി ചത്തു വീഴും പോലെ അവർ മുഴുവനും ചത്തു വീഴും. ഒരൊറ്റ ബോഡി ചത്തു വീഴും പോലെ യഅജൂജ് മഅജൂജിന്റെ ആളുകൾ മുഴുവനും ആ വൈറസ് ബാധ കൊണ്ട്, ആ കൃമി കീടങ്ങൾ അവരുടെ കഴുത്തിൽ പിടിക്കുന്നതോടുകൂടി, ബാധിക്കുന്നതോടുകൂടി അവർ മരിച്ചു വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കമൗതി നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരം അങ്ങ് വീഴും പോലെ ഇവർ ഒന്നാകെ മരിച്ചു വീഴും. സുമ്മ യഹ്ബിതു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബുഹു ഇലൽ അർളി, പിന്നീട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും അനുയായികളും ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? പർവ്വതത്തിന് മുകളിലല്ലേ എല്ലാവരും, ലോക്കഡല്ലേ, അവിടുന്ന് താഴോട്ട് ഇറങ്ങി വരും. ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തെ കാഴ്ച എന്താ? ഫലാ യജിദൂന ഫിൽ അർളി മൗളിയ ശിബിരിൻ, ഭൂമിയിൽ ഒരു ചാണ് സ്ഥലം പോലും ബാക്കിയുണ്ടാവില്ല. ഇല്ലാ മലഅഹു സഹമുഹും വനതുനുഹും, യഅജൂജ് മഅജൂജിന്റെ ശവശരീരം ജീർണിച്ചിട്ട്, അവരുടെ നെയ്ക്കൊഴുപ്പും അതുപോലെ തന്നെ അവരുടേതായ ബോഡി ജീർണിച്ചിട്ടുള്ള നാറ്റവും കാരണത്താൽ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വയ്യ. നാട്ടിൽ അത്രത്തോളം എന്താണ് ഇത് നിറഞ്ഞു കിടക്കുകയാണ്. കാരണം അത്രയും ടീം ചത്ത് തള്ളി, അതിന്റെ മണവും ദുർഗന്ധവും കൊണ്ട് നാട് നിറഞ്ഞിരിക്കുന്നു. ആ സമയത്തും മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. അബ്ബേ, എങ്ങനെ ഇവിടെ നാട്ടിൽ ജീവിക്കാതല്ലേ അവസ്ഥ? ആ അവസരത്തിൽ ഫയുർസിലു, അല്ലാഹു പറഞ്ഞേക്കും, ത്വയ്റൻ, ഒരു കൂട്ടം പക്ഷികളെ അല്ലാഹു എന്ത് ചെയ്യും? പറഞ്ഞേക്കും ഭൂമിയിലേക്ക് ഒരു കൂട്ടം പക്ഷികൾ. ആ പക്ഷികളുടെ വലിപ്പം എങ്ങനെയുണ്ട്? കഅനാഖിൽ ബുഖ്തി, ഒട്ടകങ്ങളുടെ കഴുത്തുകളെ പോലെ നീളമുള്ള, ഒട്ടക കഴുത്തിന് വലിയ നീളല്ലേ, ഒട്ടക കഴുത്തുകളെ പോലെ നീളവും വലിപ്പമൊക്കെ ഉള്ള ഒരു തരം പക്ഷികൾ ഭൂമിയിലേക്ക് ഇറങ്ങും. എന്ത് പക്ഷിയാണെന്ന് നമുക്കറിയില്ല. ആ പക്ഷികളാണ് വന്നിട്ട് ഇവരുടെയൊക്കെ ശവശരീരങ്ങളെ ഓരോന്നോരോന്നായിട്ട് അവയങ്ങോട്ട് ഒന്നാകെ വന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത്, ചില റിപ്പോർട്ടുകളിൽ കാണാം ബഹറിലേക്ക് എന്നൊക്കെ സമുദ്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ട് തള്ളും. ബോഡി ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അള്ളാഹു പക്ഷികളെയാണ് നിയോഗിക്കുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഭൂമിയിലെ നാറ്റമൊക്കെ പോകണ്ടേ? സുമ്മ യുർസിലുല്ലാഹു മതറാ, അള്ളാഹു പിന്നെ ഇവിടെ നല്ല അതിശക്തമായ ഒരു മഴ പെയ്യിപ്പിക്കും, ഒരു മഴയെ അയക്കും. അതെല്ലായിടങ്ങളിലും ആ മഴ ബാധിക്കും. അങ്ങനെ ഭൂമിയെ ആ മഴ ക്ലീനാക്കും. ഏതുപോലെ നല്ല ഉറച്ച, നല്ല വൃത്തിയുള്ള ഒരു പ്രദേശം പോലെ ഭൂമി ആക്കിയിട്ട് ആ നാറ്റവും പോയി ശവശരീരങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് അള്ളാഹു ദൂരേക്ക് എടുത്തെറിയും.
ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ആ നിലക്കാണ് ഇവരുടെ അതിശക്തമായ നിലക്കുള്ള വരവും പിന്നീട് അവരെ നശിപ്പിക്കുന്ന ചരിത്രമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ പിന്നീട് എന്തു ചെയ്യും? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിശ്വാസികളും ഈ ഭൂമിയിൽ അവരുടേതായ നല്ല ജീവിതം ജീവിക്കും. അങ്ങനെ ചെടികൾ മുളയ്ക്കുവാനും കാർഷികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനും ആ വിധത്തിലൊക്കെയുള്ള ഒരു നല്ല അവസ്ഥ ഈ യജൂജ് മഅജൂജിന്റെ നാശത്തിന് ശേഷം പിന്നീട് കുറച്ചു കാലം കൂടി ഭൂമിയിൽ എന്ത് ചെയ്യും? നിലനിൽക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് യജൂജ് മഅജൂജിനെ സംബന്ധിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. വിശദാംശങ്ങൾ വേറെയുമുണ്ട്. ഏതാണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു യജൂജ് മഅജൂജ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് കേട്ട ഇനി കേൾക്കുന്ന എല്ലാവർക്കും ഒരു പൊതു ധാരണയുണ്ടാകണം. ഇതെന്താണ്? ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഇവിടെ അള്ളാഹു പറയുന്ന വാഗ്ദത്ത ദിവസം വന്നു കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, ഈ കെട്ടൊക്കെ തകരും. അത് തകർന്നിട്ട് അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള ആ കരാറിൻ്റെ സമയം അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അലമാലകൾ കണക്കെ അവരുടെ പ്രവാഹമുണ്ടാകും. പിന്നെ അധിക കാലമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ലൊരു കാലഘട്ടത്തിൻ്റെ ശേഷമൊക്കെ പിന്നെ അതിനാളിനോട് ഏറ്റവും അടുത്ത അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നതോടുകൂടി പിന്നെ ഭൂമിയിൽ വളരെ ദുഷിച്ച ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരിൽ എന്തു ചെയ്യും? ഖിയാമം സംഭവിക്കും. ഖിയാമത്ത് നാൾ സംഭവിക്കുക ഏറ്റവും വൃത്തികെട്ട ഒരു ജനത ഇവിടെ ഉള്ളപ്പോൾ ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. കഅബ പോലും ഓരോ കല്ലുകളായി പൊളിച്ച് തകർക്കും. അതൊക്കെ യജൂജ് മഅജൂജിൻ്റെ ഒക്കെ എത്രയോ ശേഷമാണ്. കാരണം യജൂജ് മഅജൂജൊക്കെ വന്നിട്ടും പിന്നെയും ഇവിടെ എന്ത് നടക്കും കൂടി അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്ത്? ലയഹുജ്ജന്നൽ ബൈതു വലയുഅ്തമറന്ന ബഅദ ഖുറൂജി യജൂജ് മഅജൂജ്. യജൂജ് മഅജൂജ് പുറപ്പെട്ടിട്ടും അതിൻ്റെയൊക്കെ ശേഷം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഹജ്ജ് നടക്കും, ഉംറ നടക്കുക തന്നെ ചെയ്യും. പിന്നെ ശേഷമൊക്കെയാണ് ലോകത്തിൽ എന്ത് നടക്കുന്നത്? കഅബയൊക്കെ പൊളിക്കലും കംപ്ലീറ്റ് എല്ലാം തകരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നത്.